സായം സന്ധ്യയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഞാൻ ശാന്ത ഉണ്ണികൃഷ്ണൻ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽ കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. മാവേലി തൻ്റെ വരവു മൂലം പാവങ്ങൾ കഷ്ടത്തിലായി ഞങ്ങൾ അറ്റുപോകുന്നില്ലുരക്കടലാസ് ഇട്ടാലും കണ്ണേഴുത്തെന്നു വന്നു നേന്ത്രപ്പഴത്തോടു മല്ലടിച്ചു കോന്ത്രപ്പല്ലൊക്കെ തകർന്നു പോയി. ഇത് ഓണത്തിൻ്റെ സീസണാണല്ലോ അല്ലേ? അപ്പം പിന്നെ എന്തിനാണെങ്കിലും ആ ഓണത്തെ അനുസ്മരിക്കാതെ നമുക്ക് ഒരു കാര്യമില്ലല്ലോ കേരളീയർക്ക്. ഇന്ന് നമുക്ക് എന്തായാലും ഈ ഇന്ദ്രസേന മഹാരാജാവ് എങ്ങനെയാണ് മഹാബലി ചക്രവർത്തി ആയത് എന്നൊന്ന് നോക്കാം. കഥയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ അതിൽ ഒന്ന് ചില മാറ്റങ്ങളോടുകൂടി ഒന്ന് പറയാം. അതൊന്ന് കേട്ടു നോക്കൂ. നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ പ്രഹ്ലാദൻ അല്ലേ, നരസിംഹാവതാരം ഉണ്ടായത് എന്തിനാന്ന് നമുക്കറിയാമല്ലോ. ഹിരണ്യകശിപുവിനെ വധിച്ചതുമൊക്കെ. അപ്പം അങ്ങനെ ആ പ്രഹ്ലാദൻ്റെ പൗത്രനാണ് ഇന്ദ്രസേനൻ. പ്രഹ്ലാദൻ്റെ മകൻ വിരോചനൻ്റെ മകനാണ് ഈ ഇന്ദ്രസേനൻ. അദ്ദേഹമാണെങ്കിലും അസുര ഗണത്തിലാണ് ഇവരൊക്കെ ജനിച്ചിരിക്കുന്നത്. എങ്കിലും ഇദ്ദേഹവും വളരെ ഭാഗവത ഭക്തനും. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ കാലത്തെക്കുറിച്ചൊക്കെ ഇല്ലേ? മാവേലി എങ്ങനെയുള്ള ആളാണെന്ന് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടം എങ്ങനെയായിരുന്നു? കള്ളവുമില്ല ചതിവുമില്ല എള്ളോളമില്ല പൊളിവചനം. അങ്ങനെ എല്ലാവിധത്തിലും വളരെ ഐശ്വര്യപൂർണമായിട്ടുള്ള പ്രജാക്ഷേമ താല്പര്യമായിട്ടുള്ള ഒരു ഭരണമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. പക്ഷേ അദ്ദേഹത്തിനൊരു ചെറിയ കുഴപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താണ്? ഉള്ളതെല്ലാം അദ്ദേഹത്തിന് വേണം. അങ്ങനെ എല്ലാം അടുത്ത രാജ്യങ്ങളൊക്കെ പിടിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ടോ പിന്നെ ഇദ്ദേഹത്തിൻ്റെ ആ സൽഭരണമൊക്കെ കണ്ടിട്ട് ചിലയിടത്തൊക്കെ പ്രജകൾ ബഹളം വെച്ചു. ഞങ്ങൾക്ക് മഹാബലിയുടെ കൂടെ മഹാബലിയല്ല, അന്ന് ഇന്ദ്രസേനൻ്റെ കൂടെ മതിയെന്നും പറഞ്ഞ് അങ്ങനെ പല നാട്ടുരാജ്യങ്ങളും ഇങ്ങോട്ട് ചേർന്നു. അങ്ങനെയൊക്കെയായി. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇദ്ദേഹത്തിന് തോന്നിയത്, ഇതൊക്കെ പിടിച്ചടക്കിയിട്ട് എന്നാ കാര്യം, പിടിക്കുകയാണെങ്കിൽ പുളിങ്കൊമ്പി പിടിക്കണം, ദേവേന്ദ്രൻ്റെ ദേവലോകം പിടിക്കണം. അങ്ങനെ ദേവലോകം പിടിച്ചെടുത്തു. നിഷ്കാസിതനായി ഇന്ദ്രൻ. ഒക്കെ നമുക്ക് ഈ കഥകളൊക്കെ അറിയാം. ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. അദ്ദേഹം നമ്മുടെ വാമനനായിട്ട് അവതരിച്ചു. അതിഥി മാതാവിൻ്റെ ആഗ്രഹപ്രകാരം അങ്ങനെ അവിടെ അവതരിച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ ചെല്ലുന്നത് എങ്ങോട്ടാണ് ചെല്ലുന്നത്? വിശ്വജിത്ത് യാഗം നടക്കുന്ന ആ യാഗസ്ഥലത്തേക്കാണ് ചെല്ലുന്നത്. ആ യാഗം നടന്നത് കേരളത്തിലൊന്നുമല്ല, അത് നർമ്മദാ നദിയുടെ തീരത്താണ് ആ യാഗം നടന്നത്. ഈ കുട്ടി ചെല്ലുന്നത് കണ്ടപ്പോഴത്തേക്കും ഉണ്ടല്ലോ, ഇദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് വിദ്യാവലിക്കൊരാഗ്രഹം ഉണ്ടായിട്ട്, ഇതുപോലെ ഒരു മോനെ എനിക്കും ഉണ്ടായിരുന്നെങ്കിലെന്ന്. കാരണം ആ ശോഭയും പിന്നെ എന്താ പറയണ്ടേ, ആ തേജസ്, ആ നടപ്പിൻ്റെ ചടുലതയും എല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പോയി. കാരണം അങ്ങനെ ഒരു വരവായിരുന്നു നമ്മുടെ വാമനൻ്റെ. അവിടെ ചെന്നു. നമുക്കറിയാമല്ലോ ബാക്കി കാര്യങ്ങളൊക്കെ 3 അടി മണ്ണ് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇന്ദ്രസേന മഹാരാജാവ് പറഞ്ഞു, കുട്ടി 3 അടി മണ്ണ് കൊണ്ട് എന്ത് ചെയ്യാനാണ്, നീ എന്ത് വേണേലും ചോദിച്ചോളാൻ പറഞ്ഞു. അതും അദ്ദേഹത്തിൻ്റെ എന്ന് വെച്ചാൽ എല്ലാം എൻ്റേതാണ്, ഈ ലോകം മുഴുവനും എന്നുള്ളൊരു ഇതിലല്ലേ പറയുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം എന്നിട്ട് ഈ ദാനം കൊടുക്കാനായിട്ട് അന്നിപ്പം 3 അടി മണ്ണെന്ന് പറഞ്ഞാൽ അത് രജിസ്റ്റർ ഓഫീസൊന്നും ഇല്ലല്ലോ. അന്നത്തെ ചിട്ടയനുസരിച്ച് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളമെടുത്തിട്ട് പൂവും ചേർത്തിട്ട് ഒഴിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അത് വീഴ്ത്തുക. അന്നേരം പറയും ഇങ്ങനെ ഞാൻ നൽകിയിരിക്കുന്നു എന്ന് പറയും. അങ്ങനെയാണ്. അപ്പം വിദ്യാവലിയെ വിളിച്ചു, 2 പേരും കൂടെയാണ് അത് കൊടുക്കാനായി. ആ വെള്ളം എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ശുക്രാചാര്യർ പറഞ്ഞു,
പാടില്ല പാടില്ല, ഇന്ദ്രസേന പാടില്ല, ഈ വന്നിരിക്കുന്നത് മഹാവിഷ്ണുവാണ്, നിന്നെ ചതിക്കാൻ വന്നിരിക്കുന്നതാണ് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഇദ്ദേഹം എന്ത് പറഞ്ഞെന്ന് അറിയോ? അയ്യോ, ഇത് ഭഗവാനാണോ വന്നിരിക്കുന്നത്? കാരണം ഭഗവാന്റെ വലിയ ഭക്തനായി ഇന്ദ്രസേനെ. എന്നാൽ പിന്നെ ഞാൻ എന്താ വേണ്ടത്? സകല ആൾക്കാരും അദ്ദേഹത്തിൻ്റെ അടുക്കാണ്. നമ്മളെല്ലാം ദൈവത്തിനോടല്ലേ എല്ലാം ചോദിക്കുന്നത്. എല്ലാവരും അദ്ദേഹത്തിൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങൾക്കും ചെന്ന് അദ്ദേഹത്തോട് യാചിക്കുന്നു. ഇതിപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അല്ല, അത് അപകടമാണ്, നിനക്കുള്ളതെല്ലാം നഷ്ടമാകും എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എന്ത് പറഞ്ഞാലും ഞാൻ അദ്ദേഹത്തോട് വാക്ക് കൊടുത്തു പോയി, കൊടുക്കാവുന്ന ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞ് കൊടുത്തു. നമുക്കറിയാം, ആദ്യത്തെ അടിക്ക് ഇദ്ദേഹം മാനം മുട്ട് വളർന്നു. എന്നിട്ട് ആദ്യത്തെ അടിക്ക് അത് അളർന്നു, രണ്ടാമത്തേന് ബാക്കി കളർന്നു, മൂന്നാമത്തെ അടിക്ക് സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോഴാണ് ആ തൃപ്പാദം പതുക്കെ നമ്മുടെ ഇന്ദ്രസേനൻ്റെ തലയിലൊന്ന് തൊട്ടു. അതിനാണ് അദ്ദേഹത്തെ പാതാളത്തിലേക്ക്, എന്ന് വെച്ചാൽ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്നല്ലേ നമ്മളൊക്കെ കേട്ടിട്ടുള്ളത്. ഇപ്പോഴും പലരും പ്രസംഗിക്കുന്നതും കേട്ടിട്ടുണ്ട്. അത് ഇവരൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ തോന്നി, ഈ വാമനൻ എന്ന് പറഞ്ഞ ഒരു ചതിയൻ വന്നിട്ട് ഈ ഏറ്റവും നല്ലവനായ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയെന്ന്. പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുകയാണോ ചെയ്തതെന്ന് നമുക്കൊന്ന് നോക്കാം. അത് 10 പുരാണങ്ങളിലാണ് ഈ 10 പുരാണങ്ങളിൽ ഈ വാമനാവതാരത്തിൻ്റെ ചരിത്രമുണ്ട്. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഭാഗവത പുരാണത്തിൽ നമ്മൾ കൂടുതലും അതാണല്ലോ ശ്രദ്ധിക്കുന്നത്. ഈ ഭാഗവതത്തിൽ പറയുന്നത് എന്താണെന്ന് നോക്കാം. ഭാഗവത്തിൽ ഇദ്ദേഹത്തെ സംബോധന ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാം? ഇന്ദ്രസേന മഹാരാജ എന്നാണ് വിളിക്കുന്നത്. ആരാ? നമ്മുടെ വാമനമൂർത്തി പറയുന്നത്. ഇന്ദ്രസേന മഹാരാജ ഭദ്രമസ്തുതി, അങ്ങയ്ക്ക് നന്മയുണ്ടാകട്ടെ, മംഗളമുണ്ടാകട്ടെ. അങ്ങയെ ഞാൻ എങ്ങോട്ടാണ് വിടുന്നതെന്നറിയാമോ? സ്വർഗത്തിലും ഉപരിയായിട്ടുള്ള, സ്വർഗത്തിനേക്കാളും ശ്രേഷ്ഠമായിട്ടുള്ള ആ സ്തുതലത്തിലേക്കാണ് വിടുന്നത്. തന്നെയല്ല, അങ്ങയുടെ ബന്ധുമിത്രാദികളും എല്ലാവരും കൂടെ അങ്ങോട്ട് പോകാം. അങ്ങനെയാണ്, അങ്ങോട്ടാണ് വിടുന്നത്. അല്ലാതെ ഏതാണ്ട് പറയുന്ന പോലെ ആ ചവിട്ടി അങ്ങോട്ട് താഴ്ത്തി വിട്ടു. ഇത് അദ്ദേഹം അനുഗ്രഹിക്കുകയാണോ ചെയ്തത്, അതെയോ അധിക്ഷേപിക്കുകയാണോ ചെയ്തത് ഇന്ദ്രസേന മഹാരാജാവിനെ എന്ന് പറഞ്ഞു. അത് തന്നെയല്ല, പിന്നെ പറഞ്ഞ കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങയുടെ ആ കൊട്ടാരത്തിൻ്റെ കാവൽക്കാരനായിട്ട് ഞാൻ വന്ന് നിന്നോളാമെന്ന്. ഇദ്ദേഹം സുതലത്തിലേക്ക് പോകുന്ന വിഷ്ണു പാർഷദന്മാരാൽ അനുഗതനായിട്ടാണ് പോകുന്നത്. അല്ല ചുമ്മാ തന്നെ പോകുമെന്നല്ല, വേണ്ട ഉപചാരങ്ങളോട് കൂടി തന്നെയാണ് ഈ മഹാരാജാവിനെയും പരിവാരങ്ങളെയും എല്ലാം അങ്ങോട്ട് വിടുന്നത്. അതുതന്നെയല്ല, എന്നിട്ട് പറഞ്ഞു, ഇദ്ദേഹം ഈ സ്വർഗം കീഴടക്കിയ എന്തിനാ? ഇന്ദ്രനാവാനല്ലേ? ഇന്ദ്രൻ്റെ സ്ഥാനം കണ്ടിട്ട് അല്ലേ? അപ്പം ഇപ്പോഴത്തെ ഈ ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ, ദേവേന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, അതൊരു ഒഫീഷ്യൽ പോസ്റ്റാണ്. അത് ഒരാളെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടേ അടുത്തയാൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഈ ഓരോ മന്വന്തരത്തിലും ഓരോ ഇന്ദ്രനാണ്. അപ്പം ഇനി അടുത്ത മന്വന്തരത്തിൽ അങ്ങയെ ഇന്ദ്രനാക്കാം, അതുവരെ അങ്ങ് സുതലത്തിൽ താമസിച്ചോളൂ എന്നും പറഞ്ഞാണ് വിട്ടത്. അതേപോലെ തന്നെ ആ ഭഗവാനും ഭക്തനും തമ്മിലുള്ള ബന്ധം എന്ത് ഇതിലായിട്ടാണ് ആ തലയൊക്കെ തെനകുനിച്ച് നിൽക്കുന്നതും ആ ഭഗവാൻ പതുക്കെ ആ കാലൊന്ന് വയ്ക്കുന്നതെന്ന് ആലോചിച്ച് നോക്കും. അത് തന്നെയല്ല അതിന് ശേഷമുള്ള സംഭാഷണങ്ങളും എല്ലാം. പിന്നെ ആദ്യം പറഞ്ഞല്ലോ, ഇന്ദ്രസേന മഹാരാജാവ് എങ്ങനെയാണ് മഹാബലി ആയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രവൃത്തി കൊണ്ട്. കാരണം ബലി എന്ന് പറഞ്ഞാൽ ത്യാഗം എന്നാണ്. ഇത് ഗുരു മുന്നറിയിപ്പ് നൽകി. എന്നിട്ടും നമ്മളാണെങ്കിൽ എന്നാ ചെയ്യും? ഇനിയിപ്പോൾ എന്നാൽ കൊടുക്കണമല്ലോ, അയ്യോ എൻ്റെ എല്ലാം പോകും, എന്നാൽ എല്ലാം ഞാൻ പിടിച്ചു വെച്ചാൽ ഒന്നുമില്ല, ഭഗവാൻ ചോദിച്ചാൽ എല്ലാം കൊടുക്കും. ആ ഒരു മനോഭാവം, ആ ത്യജിക്കാനുള്ള മനോഭാവം, ആ ത്യാഗം, അതുകൊണ്ടാണ് അദ്ദേഹത്തെ മഹാബലി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആ മഹാബലിയുടെ സ്മരണയിൽ, അതേപോലെ തന്നെ നമ്മളുടെ വാമനമൂർത്തിയുടെ ജയന്തിയുമായിട്ട് നമുക്ക് ഓണം എല്ലാവർക്കും ആഘോഷിക്കാം. എല്ലാവർക്കും അഡ്വാൻസായിട്ട് ഓണാശംസകൾ.